ലെറ്റ്സ് ടോക്ക് പ്രോഫസി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നാം ഡാനിയലിൻ്റെ ഒരു സീരീസാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അറിയാലോ. അതിൻ്റെ മധ്യത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ 7ാമത്തെ എപ്പിസോഡാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഡാനിയലിൻ്റെ 9ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡും അത് തന്നെയായിരിക്കും. 2 പാർട്സായിട്ട് 70 വീക്ക് പ്രോഫസിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഡിസ്കഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിച്ചാലോ ജോണതൻ? പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടിങ്ങളുടെ പാത്രങ്ങളുടെ പിതാവേ, ദാനിയലിൻ്റെ പ്രവചനം 9ാം അധ്യായത്തിൽ ചിന്തിക്കുന്നു. അതിൽ മറിഞ്ഞെടുക്കുന്ന സത്യങ്ങളെ മനസ്സിലാക്കുവാനും സത്യത്തെ ജനത്തിന് തിരിച്ചറിയുവാനും നിന്നിലേക്ക് ചേരുവാനും കൃപ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ. ഞാനിങ്ങനെ ഈ അടുത്തൊരു പ്രാസംഗികൻ പറയുന്നത് കേൾക്കുമായിരുന്നേ. നമുക്ക് ഒരു നിരീശ്വരവാദിയെടുത്ത് അല്ലെങ്കിൽ ബൈബിളോ ദൈവത്തെക്കുറിച്ചൊന്നും ഒരു താല്പര്യമില്ലാത്ത ആരുടെത്തെങ്കിലും ഒരു 15 മിനിറ്റ് മാത്രമാണ് ഒരു ലൈഫ് ടൈമിൽ കിട്ടുന്നെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെടുത്ത് എന്ത് പറയും എന്നുള്ളതാണ് ഈ പ്രാസംഗികൻ പറഞ്ഞത്. അപ്പോൾ ഡാനിയലിൻ്റെ 9ാമത്തെ അധ്യായത്തിൻ്റെ 24 തൊട്ട് 27 വരെയുള്ള ഈ വാക്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. ദാറ്റ്സ് അവർ ബെസ്റ്റ് ഷോട്ട് ടു ബ്രിങ്ങിങ് ഹിം ടു ദി ബൈബിൾ ഓർ ആക്ച്വലി മാറ്റർ ഓഫ് ഫാക്ട് an ഐഡിയ ഓഫ് ഗോഡ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഏറ്റവും കൂടുതൽ ഈ 2 എപ്പിസോഡുകളിൽ 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ജേക്കബ്, ഇതിൻ്റെ ഒരു ഓപ്പണിംഗ് പ്രിമൈസ് ഈ വാക്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ദാനിയലിൻ്റെ 9ാമത്തെ അധ്യായം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദാനിയൽ തൻ്റെ ജനത്തിന് വേണ്ടിയും തനിക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കുക, തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗബ്രിയേൽ ദൂതൻ വരികയും പറയുകയാണ്, നീ പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എന്നെ സ്വർഗത്തിൽ നിന്നും അയച്ചിരിക്കുകയാണ്. എന്നിട്ട് ഗബ്രിയേൽ ദൂതൻ ദാനിയലിന് ഒരു മനോഹരമായൊരു പ്രവചനം നൽകുകയാണ്. ഈ പ്രവചനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു 70 ആഴ്ചകളെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്. ആ പ്രവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിശിഹ ഏത് വർഷം വരും, മിശിഹ ഏത് വർഷം മരിക്കും, സുവിശേഷം ഏത് വർഷം ജാതികളിലേക്ക് പോകും എന്നുള്ളത് കൃത്യം സമയം വെച്ച് എഴുതിയിരിക്കുക, കൃത്യം വർഷങ്ങൾ വെച്ച് എഴുതിയിരിക്കുക. ഇങ്ങനൊരു പ്രവചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു മതഗ്രന്ഥത്തിലും കണ്ടിട്ടില്ല. ഇത് അസ്റ്റൗണ്ടിങ് ആണ്. ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പം നമ്മൾ ഈ വേഴ്സിലേക്ക് അടക്കുകയാണ്. അപ്പോൾ 24ാമത്തെ വാക്യത്തിൽ ആദ്യമേ തന്നെ പറയുന്നത് 70 വീക്സ് ആർ ഡിറ്റർമിൻഡ് എന്നാണ്. 70 ആഴ്ചകൾ നിയമിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ അപ്പോൾ ഇത് കട്ട് ഓഫ് എന്നുള്ള വാക്ക് ഡിറ്റർമിൻ്റെ അർത്ഥമാണെന്നൊക്കെ പറയുന്നു. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു വേറെ വലിയ പ്രോഫസിയിൽ നിന്ന് മുറിച്ച് മാറ്റിയതാണോ? എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? നമ്മൾ മലയാളത്തിൽ അത് വായിക്കുമ്പോൾ നിയമിച്ചിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എബ്രായ പദം പറയുമ്പോൾ ഖത്തക് എന്ന് പറയുന്ന വാക്കാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും അത് അടർത്തി മാറ്റിയ അല്ലെങ്കിൽ വെട്ടി മാറ്റിയ എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ നമുക്കറിയാം 70 ആഴ്ചവട്ടം എന്ന് പറയുന്ന ഒരു സമയബന്ധിത പ്രവചനമാണ്. അപ്പോൾ ഒരു സമയബന്ധിത പ്രവചനം അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് അത് ഏതിൽ നിന്ന് വെട്ടിമാറ്റിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരിക്കലും നമുക്ക് അതിനേക്കാട്ടും ചെറിയൊരു പ്രവചനത്തിൽ നിന്ന് വെട്ടിമാറ്റുവാൻ സാധിക്കില്ല. അപ്പം അതിനേക്കാട്ടും വലുതായിട്ടുള്ളൊരു ടൈം ഫ്രെയിമിൽ നിന്ന് തന്നെ അത് അടർത്തി മാറ്റണം. അപ്പോൾ നമ്മൾ മുമ്പത്തെ അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അവിടെ ഒരു വലിയൊരു പ്രവചനം, എനിക്ക് തോന്നുന്നു ബൈബിളിലെ ഏറ്റവും വലിയ പ്രവചനമായിട്ടുള്ള 2300 സന്ധിവിശ്വസിനെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനും ഇതിനും ഒരു റിലേഷൻ ഉണ്ട് എന്നതാണ് സത്യം. അപ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കുവാനായിട്ട് ആ പുസ്തകത്തിൻ്റെ അവസാനമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്യം വായിക്കാം. 27ാമത്തെ വാക്യം. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ബോധം കെട്ടു കുറേ ദിവസം ദീനമായി കിടന്നു. അതിൻ്റെ ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ പ്രവൃത്തി നോക്കി. ഞാൻ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു, ആർക്കും അത് മനസ്സിലായില്ലതാണ്. അപ്പോൾ ഇവിടെ ദർശനം എന്ന് പറയുന്ന വാക്കിൻ്റെ എബ്രായ പദം നമ്മൾ നോക്കുമ്പോൾ ചാസോൺ എന്നും മറയെന്നും 2 വാക്കുകൾ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചാസോൺ എന്ന് പറയുന്നത് മുഴുവൻ ദർശനമാണ്, എന്നാൽ മറയെന്ന് പറഞ്ഞാൽ അതിലെ ചെറിയൊരു ഭാഗമാണ്. അപ്പോൾ ദാനിയേലിന് മനസ്സിലാകാതെ പോയത് ഈ മറയാണ്. ശരിക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒരുവിധം ദാനിയേലിന് മനസ്സിലായി. അപ്പോൾ ഈ മറയാണ് ശരിക്കും ഈ വലിയ ദർശനത്തിനെ അഴിക്കാനുള്ള ഒരു താക്കോൽ. ഈ മറയാണ് നമ്മൾ അടുത്ത ഇപ്പോൾ ജേക്കബ് പറഞ്ഞ പോലെ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ദാനിയേലിന് പറഞ്ഞു കൊടുക്കുന്ന ഈ മറയാണ്. ഈ 70 ആഴ്ചവട്ടത്തിൻ്റെ ഇതാണ്. അതാണ് ശരിക്കും 2300 സന്ധിവിശ്വാസം തുറക്കാനുള്ള താക്കോൽ. കാരണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെയും അതിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ്, ആദ്യ തുടക്കം ഒന്നാണെന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാരണം. അതായത് ഈ വലിയ പ്രോഫസിയുടെയും 70 വീക്സ് പ്രോഫസിയുടെയും സെയിം ആണെന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. ജോണത്തൻ, നമുക്ക് ഈ വേഴ്സിൻ്റെ ബാക്കി ഭാഗത്ത് കാണാൻ പറ്റുന്നത് 6 കാര്യങ്ങൾ ഈ ഒരു 70 ആഴ്ചവട്ട കാലത്തിനുള്ളിൽ സംഭവിച്ചു തീരണമെന്നുള്ളതാണ്.
അതെന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പെട്ടെന്നൊന്ന് വിവരിക്കാൻ പറ്റുമോ? ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഈ 6 കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്നാണ്. ഫിനിഷ് ദ ട്രാൻസ്ലേഷൻ. അപ്പൊ തടസ്സം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല വാക്ക് അതിനെ അവസാനിപ്പിക്കുക എന്നാണ്. ഈ അതിക്രമം എന്ന് പറയുന്നത് ഏറ്റവും ഇതായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. കാരണം പാപത്തെ അതിന് ഏറ്റവും അങ്ങ് ഉള്ള ഭാവം കൊടുത്തിട്ടാണ് അത് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇസ്രായേൽ ജനം 2 വിധത്തിൽ ഇത് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ മശിയെ അവർ സ്വീകരിക്കുക, അങ്ങനെ അവരുടെ മത്സരം അവസാനിപ്പിക്കുക. രണ്ടാമത് ഉപയോഗിക്കുന്നത് അവർ തിരസ്കരിച്ചത് കൊണ്ട് അവരുടെ നാശത്തിലേക്ക് പോകുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപങ്ങളെ മുദ്രയിടുക, മേക്ക് ആൻ എൻഡ് ഓഫ് സിൻ. ഇത് ഉദ്ദേശിക്കുന്നത് പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കാനല്ല, പാപത്തിന് അവസാനം കൊണ്ടുവരിക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ നോക്കി പറയുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. ക്രിസ്തു എന്ത് ചെയ്യും? നമ്മുടെ പാപം ചുമന്നുകൊണ്ട് അതിലേക്ക് അത് കളയുന്നു. മൂന്നാമത്തെ കാര്യം അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുന്നതാണ്. ലേവ്യ പുസ്തകത്തിൽ യാഗം കഴിക്കുന്നതല്ല, ഇത് ഏകദേശം 50 തവണ അത് പാപത്തിന് പരിഹാരമാകുക എന്നുള്ള അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യെശയ്യാവിന്റെ 53 നമ്മൾ വായിച്ചു നോക്കിയാൽ നമ്മുടെ അതിക്രമം നിമിത്തം മുറിവേറ്റും ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. റോമർ 5:10 അവന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് നിരപ്പ് വന്നു. 2 പേരും ഇതേപോലെ നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ദൈവത്തോട് നിരപ്പ് വരികയാണ്. പിന്നെ നിത്യനീതി വരുത്തുക. ക്രിസ്തുവിലാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. കാരണം തിരുവചനം വ്യക്തമാക്കുന്നു 1 കൊരിന്ത്യർ 1:1 യേശു നമുക്ക് വേണ്ടി നീതിയായി തീർന്നു എന്ന് അവിടെ വിവരിക്കുന്നുണ്ട്. അതേപോലെ യിരെമ്യാവിന്റെ പ്രവചനം 23-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവ് നമ്മുടെ നീതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി നിത്യനീതി വരുത്തുന്ന ആരാണ്? ക്രിസ്തുവാണ്. ഏറ്റവും 5-ാമത് കാണുന്നത് ദർശനവും പ്രവചനവും മുദ്രയിടുക. ഈ 2300 സന്ധ്യവിശ്വസം, അതേപോലെ 70 ആഴ്ചവട്ടത്തെ പ്രവചനവും, ഇതെല്ലാം കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നുള്ള അതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രവചനത്തിൽ ഒരു വലിയൊരു ഭാഗം തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും അവസാനമായി 6-ാമത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക. നമ്മൾ തിരുവചനം വായിക്കുകയാണെങ്കിൽ പുറപ്പാട് 30:28 അവിടെ പറയുന്നുണ്ട്, ഹോമയാഗവും അതിന്റെ ഉപകരണങ്ങളും ഒക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്യണം. അവിടെ യാഗം കഴിക്കുന്ന മുൻപ് സമാഗമന കൂടാതെ അതിന്റെ പരിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും രണ്ടും അഭിഷേകം ചെയ്യേണ്ടവരുണ്ട്. അപ്പൊ ഈ 6 കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ക്രിസ്തുവിൽ നിറവേറുന്നതായിട്ടും കാണാൻ സാധിക്കും. ഓക്കെ, റൈറ്റ്. ജേക്കബ്, അപ്പോൾ ഈ 70 വീക്സ് എന്ന് പറയുമ്പോൾ എത്ര ടൈമാണ് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ്. നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ യഹൂദന്മാരെങ്ങനെയാണ് വർഷങ്ങളെ ഗ്രൂപ്പ് ചെയ്തിരുന്നത് എന്ന് തിരിച്ചറിയണം. ഇപ്പോൾ നമ്മളിവിടെ സാധാരണ നമ്മുടെ നാട്ടിൽ 10 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു ദശാബ്ദമായി എന്ന് പറയും, അല്ലെങ്കിൽ 1000 വർഷമാകുമ്പോൾ സഹസ്രാബ്ദമായി എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ വർഷങ്ങളെ ഗ്രൂപ്പ് ചെയ്യണം. പക്ഷേ യഹൂദന്മാരെപ്പോഴും 7 വർഷം വീതം ഗ്രൂപ്പ് ചെയ്യും. ഈ 7 വർഷത്തിനെ അവർ ഒരു ആഴ്ചകളുടെ വർഷം എന്ന് പറയും. കാരണം 7 വർഷങ്ങൾ ചേരുമ്പോൾ ഒരു വർഷങ്ങളുടെ ആഴ്ചകളുടെ വർഷമല്ല, വർഷങ്ങളുടെ ആഴ്ച. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വർഷങ്ങളുടെ ആഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ 70 വീക്സ് അല്ലെങ്കിൽ 70 ആഴ്ചവട്ടം, അതിൻ്റെ അകത്തെ 62 വീക്സ് 62 ആഴ്ചവട്ടം, ഇതൊക്കെ കാണിക്കുന്നത് വെറും വീക്സിനെ അല്ല, വർഷങ്ങളുടെ ആഴ്ചയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം പിടികിട്ടും. ഇവിടെ നമ്മൾ 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 70 ഗുണം 7 490 വർഷങ്ങളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ട് മാത്രം വിശ്വസിക്കേണ്ട, ഇത് പൊതുവേ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് പല ബൈബിൾ ട്രാൻസ്ലേഷനിലും അങ്ങനെ തന്നെ എടുത്ത് പറയുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ POC ബൈബിൾ, ഒരു മലയാളം ബൈബിളാണ്, അതിൽ വ്യക്തമായി പറയുന്നുണ്ട് വർഷങ്ങളുടെ 70 ആഴ്ച നിശ്ചയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് ബൈബിൾ, ഇംഗ്ലീഷിലെ ഒരു ട്രാൻസ്ലേഷൻ, അതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് 70 weeks of years have been decreed for your people എന്നാ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ വ്യക്തമാണ്, ഇവിടെ 70 ആഴ്ച എന്ന് പറയുമ്പോൾ വെറുതെ 70 ആഴ്ചയെക്കുറിച്ചല്ല, 70 വർഷങ്ങളുടെ ആഴ്ചയാണ്. അതായത് 490 വർഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കറക്റ്റ്, 490 years. അതെ. നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം, ചർച്ച തുടരാം. ജേക്കബ്, അപ്പോൾ ബ്രേക്കിന് തൊട്ട് മുമ്പ് ജേക്കബ് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തന്നു 70 വീക്സ് എന്ന് പറഞ്ഞാൽ 490 വർഷമാണെന്നുള്ളത് അല്ലേ? അപ്പോൾ ഈ 70 വീക്സിനെ എത്രയോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രോഫസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? 3 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ആദ്യം 7 ആഴ്ച, പിന്നെ 62 ആഴ്ച, പിന്നെ ഒരാഴ്ച. 7 ആഴ്ച എന്ന് പറയുമ്പോൾ 49 വർഷം, 62 ആഴ്ച എന്ന് പറയുമ്പോൾ 483 വർഷം, ഒരാഴ്ച എന്ന് പറയുമ്പോൾ 7 വർഷം. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഇത് 490 years ആണ് അല്ലേ? ഇപ്പോൾ ഡാനിയലും അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുള്ള ദൈവത്തിൻ്റെ ജനത്തിനും ഒക്കെ ഇതിങ്ങനെ 490 years കഴിയുമ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്, ഇത്രയും വലിയൊരു ടൈം ലൈൻ ആണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവോ?
മിക്കവർക്കും മനസ്സിലായിരുന്നു എന്നാണ് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം ഇത് മിഷിയാനിക് പ്രോഫസിയാണ്, മിഷിയ വരുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പൊതുവേ യേശു ജനിക്കുന്ന സമയമായപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു മിശിഹ വരാറായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പോൾ യേശു ജനിക്കുന്ന സമയത്ത് ആ ദേവാലയത്തിലേക്ക് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവിടെ അന്ന എന്ന് പറഞ്ഞ പ്രോഫിറ്റസും അതുപോലെ തന്നെ ഷിമിയോൺ എന്ന് പറഞ്ഞ പ്രവാചകനൊക്കെ ഉണ്ട്. അത് ഷിമിയോൺ പ്രവാചകൻ അറിയായിരുന്നു അവൻ മിശിഹാനെ കണ്ടിട്ടേ മരിക്കത്തുള്ളൂ എന്ന്. അതുപോലെ ഇൻ ജനറൽ എല്ലാവരും മിശിഹാനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ കാണാൻ പറ്റും. അതും നമ്മൾ പല ആൾക്കാർ ആ സമയത്ത് മിശിഹ എന്ന് പറഞ്ഞ് ചമഞ്ഞ് വരികയും ആൾക്കാരെ പറ്റിക്കുകയും ചെയ്തു. അപ്പോൾ പല ആൾക്കാരെ നമ്മൾ ഹിസ്റ്റോറിക്കൽ നോക്കുമ്പോൾ യൂദാസ് എന്ന് പറഞ്ഞ ഒരു ഗലീലക്കാരൻ, സൈമൺ എന്ന് പറഞ്ഞ പെരേയ, അതുപോലെ വേറെ പല ആൾക്കാർ ആ സ്ഥലത്ത് മിശിഹായിട്ട് വരുന്നതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്, ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നുണ്ട് ഈ കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം മിശിഹ വരാറായിരുന്നു. ഇറ്റ്സ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ്. റിയലി ഗുഡ്. ബ്രദർ പ്രിൻസ്, അപ്പോൾ ഈ ഒരു 70 വീക്സ് പ്രൊഫസിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് പിന്നത്തെ വേഴ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ മൾട്ടിപ്പിൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ഉള്ളതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഏതാണ് കറക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ എങ്ങനെ പറ്റും? യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാനുള്ള ഒരു കൽപ്പന മുതലാണ് നമ്മൾ 70 ആഴ്ചവട്ടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടെത്തേണ്ടതായിരുന്നു. അപ്പോൾ കൽപ്പന ഏതാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് 3 രാജാക്കന്മാരുടെ 4 കൽപ്പനകളെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ദാരിവേശ് രാജാവിൻ്റെ 536 BC കൽപ്പന, കോരസ് രാജാവിൻ്റെ 536 BC കൽപ്പന, 520 ദാരിവേശിൻ്റെ കൽപ്പന, പിന്നെ അർത്ഥശ്രേഷ്ഠ രാജാവ് 2 വർഷങ്ങളിൽ കൊടുത്ത കൽപ്പനയാണ്. ഒന്ന് 457 BC അതുപോലെ 445 BC. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കറക്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ നാഴികക്കല്ല് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ വെറുതെ ഒരു കൽപ്പന എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അത് തിയോളജിക്കലി കറക്റ്റ് ആയിരിക്കണം, അത് ചരിത്രപരമായിട്ട് കറക്റ്റ് ആയിരിക്കണം, മാത്തമെറ്റിക്കലി അത് കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യത്തെ 2 കൽപ്പന നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ 69 ആഴ്ചോട്ടോ അല്ലെങ്കിൽ 483 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ അത് മശീഹ വരുന്നതിന് മുമ്പാണ് വരുന്നത്. കാരണം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കാനുള്ള കൽപ്പന മുതൽ 69 ആഴ്ചോട്ടം നമ്മൾ കൂട്ടുമ്പോൾ മെശയിൽ വന്നെത്തണം. അപ്പോൾ നമുക്ക് 2 കൽപ്പന എടുക്കാനായിട്ട് പറ്റില്ല. അത് മാത്രമല്ല, ആ 2 കൽപ്പനകളും യെരുശലേം ദേവാലയത്തെ പുനർനിർമ്മിക്കുവാനുള്ള കൽപ്പനകളായിരുന്നു. അതുകൊണ്ട് തന്നെ യെരുശലേം എന്ന് പറയുന്നത് ഫുൾ ഫ്രെയിമിൽ അത് വരില്ല. ഇനിയുള്ള അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ 2 കൽപ്പനകളാണ്. അത് 457 BC കൽപ്പന, 445 കൽപ്പനയാണ്. 445 കൽപ്പന എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ 483 വർഷം കൂട്ടിക്കഴിഞ്ഞാൽ അത് എത്തുന്നത് 40 AD. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി. അപ്പോൾ പിന്നെ അതൊരു പ്രസക്തിയില്ല. പിന്നെ ആകെപ്പാടുള്ള കൽപ്പന നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 457 അത് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് മിശിഹയുടെ സ്നാനത്തിൽ വന്നെത്തുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കൽപ്പന മാത്രമേ നമ്മൾ മാത്തമാറ്റിക്കലി, തിയോളജിക്കലി, ഹിസ്റ്റോറിക്കലി നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ജോണത്തിൻ, അപ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലെവലിലേക്കാണ് ഈ ഡിസ്കഷൻ പോകുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇന്നത്തെ പോലത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു കാലം, അങ്ങനത്തെ ഒരു കാലത്തിൽ 538 BC ഈ വിഷൻ കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇപ്പോൾ പറഞ്ഞതുപോലെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം 457 BC തുടങ്ങി 490 years കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്തുന്ന ഡേറ്റിൽ ജീസസ് ക്രൈസ്റ്റ് ശരിക്കും വന്നു എന്നുള്ളതല്ലേ? ശരിക്കും അങ്ങനെ വന്നു എന്ന് കാണിക്കാൻ പറ്റുമോ നമുക്ക്? ദാനിയേലിന്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ നമ്മൾ അഭിഷക്തനായ പ്രഭു വരെ 62 ആഴ്ചവട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അഭിഷക്തനായ പ്രഭു? ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മെസ്സയ, മലയാളത്തിൽ അഭിഷേകം എന്നാണ് പറയുന്നത്, അഭിഷക്തനായ പ്രഭു. അപ്പോൾ മെസ്സയ എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടെന്നാണ് മലയാളത്തിൽ അതേ അർത്ഥം തന്നെയാണ്. പ്രഭു എന്ന വാക്കിന് നമുക്ക് ദാനിയേൽ തന്നെ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നുണ്ട്. മഹാപ്രഭുവായ മീഖായേൽ, നേമത്തിന്റെ പ്രഭു, ഇതെല്ലാം കർത്താവ് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് കർത്താവ് യേശുക്രിസ്തു സ്നാനം എടുക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. ഇത് ക്രിസ്തുവിന്റെ സ്നാന സമയത്താണ്. ആത്മാവ് എന്തെയാണ്? ഒരു പ്രാവ് പോലെ വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഒരു വാക്യോട് വായിക്കുമ്പോൾ അതിലുള്ള സംശയം നമുക്ക് തീരും. അപ്പോസ്തല പ്രവൃത്തികൾ 10-36 മുതൽ 38 നമ്മൾ വായിക്കുമ്പോൾ അതിൽ 38-ാം വാക്യം എടുത്തു വായിക്കുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ അഭിഷക്തനായ പ്രഭു കർത്താവ് യേശു സ്നാന സമയത്താണ്. ആ സ്നാന സമയത്ത് എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു എന്ന് പറയുന്നു. ഇനി അത് ഏത് വർഷമാണ് നടന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ, അതിൽ ഞാൻ ആദ്യത്തെ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. തിബിരിയാസ് കൈസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ട്. അപ്പൊ തിബിരിയാസ് കൈസർ
15-ാം ആണ്ടിലാണ് കർത്താവ് യേശു ക്രിസ്തു സ്നാനം കഴിക്കുന്നത്. അപ്പോൾ തിബിരിയസ് കൈസറിന്റെ വാഴ്ചയുടെ ആരംഭം കണ്ടെത്തിയാൽ നമുക്ക് ആ വർഷം കണ്ടെത്താൻ സാധിക്കുന്നു. അപ്പോൾ അതിന് ആരംഭം എന്ന് പറയുന്നത് 12-ലാണ്, 12 AD-ലാണ്. പക്ഷെ നമ്മൾ ചില ചരിത്രത്തിൽ നോക്കുമ്പോൾ അത് 14 പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആരംഭം 12-ലാണ്. കാരണം ഈ തിബിരിയസ് കൈസറിന്റെ പിതാവ് ഒത്ത് 2 വർഷം വന്നു. അതുകൊണ്ട് ഇത് 12-ലാണ് തുടങ്ങുന്നത്. ഈ 12-നോട് 15 നമ്മൾ കൂട്ടുമ്പോൾ ചെന്നെത്തുന്ന വർഷം ഏതാണ്? AD 27. ആ AD 27 ശരത്കാലത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കാരണം 457 ആ കൽപ്പനയും ശരത്കാലത്തിലായിരുന്നു. അതുകൊണ്ട് അഭിഷേകത്തിനായ പ്രഭു സംഭവിക്കുന്നതും അഭിഷേകം പ്രഭുവിന് കിട്ടുന്നതും AD 27 ശരത്കാലത്തിലാണ്. ഓക്കെ, വളരെ ക്ലാരിറ്റിയോടെ ജോണതൻ പറഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. നമുക്ക് ചർച്ച തുടരാം. ഇപ്പോൾ ജോണതൻ മുമ്പത്തെ ആൻസറിൽ മെസ്സേയനെ അനോയിൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നത് 62 വീക്സ് കഴിയുമ്പോൾ മെഷിക കട്ട് ഓഫ് ആവുമെന്ന് പറയുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് പറയാൻ പറ്റുമോ ജേക്കബ്? അപ്പോൾ ഇവിടെ 7 ആഴ്ചയും 62 ആഴ്ചയും മൊത്തം 69 ആഴ്ച ആകുമ്പോഴാണ് മിശിഹ വരുന്നത്. അപ്പോൾ ജോണത്തൻ പറഞ്ഞ പോലെ കൃത്യം ആ വർഷം മിശിഹ വന്നു. എന്നിട്ട് പറയുകയാണ് ഈ രണ്ടാമത്തെ സെക്റ്റായ 62 ആഴ്ച കഴിയുമ്പോൾ, ആ സെക്ഷനായ 62 ആഴ്ച കഴിയുമ്പോൾ മിശിഹ വിച്ഛേദിക്കപ്പെടും അല്ലെങ്കിൽ ഛേദിക്കപ്പെടും. ആഫ്റ്റർ അത് മിശിഹ വരുന്നത് 62 ആഴ്ചയിലാണെങ്കിൽ ഛേദിക്കപ്പെടുക അതിന് ശേഷമാണ്. അപ്പോൾ എപ്പോഴോ അതിന് ശേഷം മിശിഹ ഛേദിക്കപ്പെടും. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഏശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കാം നമുക്ക്. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. അപ്പോൾ ഈ അധ്യായം യേശുവിൻ്റെ ക്രൂശഭരണത്തെക്കുറിച്ചുള്ള അധ്യായമാണ്, അതിനെക്കുറിച്ചുള്ള ഒരു പ്രോഫസിയാണ്. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു. അതായത് ജീവനുള്ളവരുടെ ദേശത്ത് നിന്നുമാണ് മിശിഹ ഛേദിക്കപ്പെടുന്നത്. അതായത് മിശിഹ മരിക്കും. അതിൻ്റെ അർത്ഥം പ്രോഫസിയിൽ വ്യക്തമായി പറയുകയാണ് ഈ 62 ആഴ്ച കഴിഞ്ഞ് ഒരു പോയിന്റിൽ മിശിഹ മരിക്കുമെന്ന്. അത് എന്താണെന്ന് നമുക്ക് ചർച്ചയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹീ ഷാൽ കൺഫേം ദ കവനന്റ് വിത്ത് മെനി എന്നാണ്. അതായത് പലരോടും ഈ ഉടമ്പടി ഉറപ്പിക്കും എന്നാണ് പറയുന്നത്. അതെന്താണ്, എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ശരിക്കും നമ്മൾ ഈ അധ്യായം വായിക്കുമ്പോൾ തന്നെ ഇതൊരു കവനൻ്റ് അല്ലെങ്കിൽ ഉടമ്പടിയുടെ അധ്യായമാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ദാനിയേൽ ഇവരെല്ലാം അവിടെ പ്രവാസ ജീവിതത്തിൽ പോകേണ്ട കാര്യം എന്താ? ഇസ്രായേൽ ജനങ്ങൾ ഉടമ്പടി ലംഘിച്ചുകൊണ്ടാണ്. വീണ്ടും ഒരു 70 ആഴ്ചയോട്ടം ദൈവം കൊടുക്കുന്നത് എന്തിനാ? ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വരുവാൻ വേണ്ടി. മൊത്തത്തിൽ ഒരു കവനൻ്റൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ കർത്താവ് യേശുക്രിസ്തു വരുന്നതും ഈ ഉടമ്പടി ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും ഉടമ്പടി ഉറപ്പിക്കുമെന്ന് പറഞ്ഞത്. ഈ പലരോടും എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി നമ്മൾ കാണുന്ന ഈ 70 ആഴ്ചവട്ടം യഹൂദന്മാർക്ക് വേണ്ടിയാണ്. അപ്പോൾ അവരുടെ ഒരു ടൈം ഫ്രെയിമാണ് ഈ 70 ആഴ്ചവട്ടം. അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അവരോടാണ് ഈ പലരോടും എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എങ്ങനെയാണ് മെഷിയ ഈ ഉടമ്പടി ഉറപ്പിച്ചത്? ഇപ്പോൾ ജനീവ ബൈബിളിൽ പറയുന്നത് ബൈ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ ഹി കൺഫേം ഹിസ് പ്രോമിസ്. അപ്പോൾ അവിടുത്തെ ഫുഡ് നോട്ട്സിൽ പറയുകയാണ് ഗോസ്പൽ പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തു? കൺഫേം ചെയ്തു. പിന്നെ അത് റാറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഉറപ്പിച്ചത് അവൻ്റെ സ്വന്തം യാഗത്താലാണെന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ 2 പാർട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 3.5 വർഷം കർത്താവ് യേശുക്രിസ്തു നേരിട്ട് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു, ശരിയല്ലേ? പിന്നെ അവൻ്റെ മരണത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരാൽ ഉറപ്പിക്കുകയാണ്. ഇത് സ്ഥിരീകരിക്കാനായിട്ട് 2 വാക്യം പെട്ടെന്ന് വായിക്കാം. ഒന്ന് റോമർക്കെഴുതിയ ലേഖനം 15-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവാണ് ആദ്യം ഉറപ്പിച്ചത്. ഇനിയിപ്പോൾ അടുത്തത് നോക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 2-3 വാക്യം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിൽ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി വീഴുമെന്ന് പറയും. അപ്പം ആദ്യം കർത്താവ് യേശുക്രിസ്തു ഉറപ്പിച്ചു, പിന്നെ തൻ്റെ ശിഷ്യന്മാരാൽ അത് ഉറപ്പിച്ച ആ ഒരു കറക്റ്റ് 70 ആഴ്ചയോട്ട ഫ്രെയിം ക്ലാരിറ്റിയിലാണ് ഇവരെല്ലാവരും മനസ്സിലാക്കുന്നത്. അതെ. ജോണതൻ, അപ്പോൾ ഈ കവനന്റ് കൺഫേം ചെയ്യുന്നത് ഈ 70 വീക്ക് പ്രൊഫസിയുടെ ഏത് ടൈം ഫ്രെയിമിലാണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പ്രവചനത്തെ 3 വിഭജിച്ചിട്ടുണ്ട്. 7 ആഴ്ചവട്ടം, 62 ആഴ്ചവട്ടം, അവസാനത്തെ ആഴ്ചവട്ടം. ഓക്കെ, അപ്പോൾ ഈ അവസാനത്തെ ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 7 ദിവസമാണ്. ഒരു പ്രവചനത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വർഷമാണ്. അപ്പൊ ഈ സമയത്താണ് ഇത് നടക്കുന്നത്. ഒരു വർഷത്തേക്ക് എന്ത് ചെയ്യാണ്? പ്രവചനത്തെ ഇവിടെ ഉടമ്പടി എന്താണ് ഇവിടെ ഉറപ്പിക്കുകയാണ്. പലരുമായിട്ട് ഇവിടെ ഉറപ്പിക്കുന്ന ഇവിടെ കാണാൻ സാധിക്കുന്നു. നമ്മളിവിടെ ചിന്തിക്കേണ്ട വിഷയം എന്തുകൊണ്ട് ഒരാഴ്ച എന്ന്. ഇപ്പോൾ ബ്രദർ പ്രിൻസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു 3.5 വർഷമായ സമയത്ത് എന്ത് ചെയ്തു?
കർത്താവ് യേശു യാഗമായി മാറി. പക്ഷെ ആ യാഗമായിട്ട് മാറുന്ന തൊട്ട് മുമ്പ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം വായിച്ചു നോക്കിയാൽ കർത്താവ് യേശു ക്രിസ്തു എന്താണ് സമാഗമന കൂടാരം അല്ലെങ്കിൽ അവിടെ ദേവാലയം വിട്ടുപോയാണ്. ഇനി നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു അവർ തിരസ്കരിച്ചു. പക്ഷെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ വീണ്ടും അവർക്കൊരു 3.5 വർഷം ഇവിടെ കൊടുക്കുകയാണ്. ഈ 3.5 വർഷം കൊടുക്കുന്ന ശിഷ്യന്മാരാൽ പിന്നെ പ്രസംഗിച്ചു. കാരണം തിരുവനന്തപുരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തന പുസ്തകം 24:16 മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്, താന്താന്റെ പാപത്തിന് താൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പോൾ അവർക്ക് വീണ്ടും ഈ പുരോഹിതന്മാർ എല്ലാവരും പറഞ്ഞു എന്താണ്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെ. പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല, വീണ്ടും അവർക്ക് 3 വർഷം കൊടുത്തു. ഒരു കാര്യം, ഈ ഉടമ്പടി ഉറപ്പിക്കുക എന്നുള്ള ഏറ്റവും വലിയ തെളിവ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 1:15 അവിടെ കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. എങ്ങനെ ക്രിസ്തുവിനറിയാൻ കാലം തികഞ്ഞു? ഈ പ്രവചനമാണ്. അവസാന ആഴ്ചഘട്ടം എന്ത് ചെയ്യും, പലരോടും ഉടമ്പടി ഉറപ്പാക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രവചനത്തിൽ ക്രിസ്തുവിനറിയാം ഇത് സമയമായി, അത് തന്നെ ക്രിസ്തു പ്രസംഗിക്കുകയും ചെയ്തു. അപ്പൊ ഈ അവസാനത്തെ ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി മൈൽ സ്റ്റോൺസ് ഉള്ള ഒരു വീക്കാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇവിടെ പറയുന്നത് ഈ ആഴ്ചവട്ടത്തിന്റെ പകുതിക്ക് വെച്ച് ഹി വിൽ സീസ് ദി സാക്രിഫൈസസ് ആൻഡ് ഓഫറിങ്സ് അല്ലേ? അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, ഈ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഛേദനം, ക്രിസ്തു ഛേദിക്കപ്പെടണം. അപ്പോൾ അതിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യം, അതോടൊപ്പം ഹനനയാകും ഭോജനയാകും നിർത്തലാക്കപ്പെടുമെന്നാണ് പറഞ്ഞു. ഈ നമ്മൾ സാക്രിഫിഷ്യൽ സിസ്റ്റം, നമ്മൾ പണ്ടത്തെ ആ ഒരു സാങ്ച്വറി റിലേറ്റഡ് ആയിട്ടുള്ള ഈ സാക്രിഫിഷ്യൽ സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ യാഗങ്ങളും പോയിന്റ് ഔട്ട് ചെയ്യുന്ന കർത്താവ് യേശു ക്രിസ്തുവിനാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഇവ വരുവാനിരിക്കുന്നവയുടെ നിഴൽ എത്രയെന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന പൊരുള് ശ്രേഷ്ഠയാഗമായിട്ട്, അല്ലെങ്കിൽ ആ യാഗം നടന്നതോടുകൂടി പിന്നെ ഇതൊന്നും ഈ പറയുന്ന ഒരു യാഗവും ദൈവത്തിന്റെ മുമ്പാകെ പ്രസാദകരമല്ല. അതുകൊണ്ടാണ് അവന്റെ യാഗം മുഖാന്തരം ഹന്യാഗം ഭോജനയാഗം നിർത്തലാക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിഴലുകളൊന്നും ഇനി ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് ഇത് അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ് ഈ 70 വീക്ക് പ്രോഫസി എൻഡ് ചെയ്യുന്നത്? അതുപോലെ തന്നെ നേരത്തെയും പറഞ്ഞു, ക്രിസ്തു മരിച്ചിട്ടും ഈ കവനൻറ്റും എൻഡ് ചെയ്യുന്നില്ല അല്ലേ? എപ്പോഴാണ് ഈ കവനൻ്റ് ഉൾപ്പെടെ എൻഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ ജേക്കബ്? ഈ 70 ആഴ്ചകളുടെ പ്രവചനം അത് അവസാനിക്കുന്നത് 34 AD. കാരണം ഇത് തുടങ്ങുന്നത് 457 BC. അവിടുന്ന് നമ്മൾ 490 വർഷം മുന്നോട്ട് കൊണ്ടുപോകും. കൃത്യമായി നമ്മൾ എത്തുന്നത് 34 AD ശരത്കാലത്തിലാണ്. അപ്പോൾ 34 AD ആ അവസാനത്തെ ഒരാഴ്ചയുടെ കവനന്റ് അല്ലെങ്കിൽ ഉടമ്പടിയും അവസാനിക്കുക. കാരണം അവസാനത്തെ ഒരാഴ്ചയാണ് ഉടമ്പടിയും നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 34 AD എന്തോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? യഹൂദന്മാരുമായിട്ടുള്ള ദൈവത്തിന്റെ ഉടമ്പടി അവസാനിക്കാൻ തക്കണം. നമ്മൾ ആ പടത്തിൽ നോക്കുവാണെങ്കിൽ ഒരാളെ കുറെ പേര് ചേർന്ന് കല്ലെറിയുന്ന കാണും. അത് ശരിക്കും അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റെഫാനോസിന്റെ കല്ലേറിനെ കുറിച്ചാണ്. സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നതിനെ കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 7-ാമത്തെ അധ്യായത്തിന്റെ 55 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുക. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി, ദൈവമഹത്വം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അതായത് ദൈവമഹത്വവും യേശു വലത്ത് ഭാഗത്ത് നിൽക്കുന്നു സ്റ്റെഫാനോസ് കാണുക ഇവരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവൻ പറയുക, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അത്രയും ബോൾഡായിട്ട് പറയുക, ഞാൻ നിങ്ങൾ കൊന്ന യേശു നസ്രയനായ യേശുവിനെ ഞാൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കാണുകയാണെന്ന് പറഞ്ഞാൽ പ്രസവത്തിന്റെ ഇടയിലെ വിഷനിലേക്ക് പോയിട്ട് പറയുക. അപ്പോൾ അവർക്ക് ഏറ്റവും വലിയ പ്രൂഫ് കൊടുക്കുക, മിശിഹ ഇവർ കൊന്ന ആള് തന്നെയാണ് മിശിഹ എന്ന്. പക്ഷെ അവരെപ്പോഴും എന്താ ചെയ്തതെന്നറിയോ? ഈ 34 AD നടന്ന സംഭവമാണ് ഈ വായിക്കുന്നത്. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി ഒത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു നിന്നു. അവർക്കിതിനി കേൾക്കണ്ട. ഈ 34 AD നടക്കുന്ന സംഭവമാണ് സ്റ്റെഫാനോസിന്റെ മരണം. ഏത് എൻസൈക്ലോപ്പീഡിയ എടുത്താലും പറയും. അപ്പൊ അവർക്കിനി ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അവരുടെ ആ ലാസ്റ്റ് കവനന്റ് തീരുന്ന ആ പോയിന്റിൽ അവർക്ക് ദൈവത്തെ വേണ്ട, വിഷയെ വേണ്ടതാണ്. അവർ ചെവി ഒത്തിക്കൊണ്ട് ഇവന്റെ നേരെ പാഞ്ഞു ചെന്ന് അവനെ നഗരത്തിൽ നിന്നും തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. കല്ലെറിഞ്ഞ് കൊല്ലുക. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം, ഇനിയാണ് ട്വിസ്റ്റ് കഥയിൽ, ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. ശൗൽ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ പുറയിലെ ആള്. പക്ഷെ ഇവിടെ ട്വിസ്റ്റ്. കാരണം ഈ ശൗലിനെ ആ വർഷം തന്നെ ദൈവം കൺവേർട്ട് ചെയ്യും. ശൗലിനെയാണ് നമ്മൾ പൗലോസ് എന്ന് വിളിക്കുന്നത്. പൗലോസിന് ദൈവം ഒരു ദർശനം കൊടുക്കുകയും അവനെ കൺവേർട്ട് ചെയ്യിക്കുക.
ഈ കൊന്നതിൻ്റെ പുറകെ പൗലോസ് തന്നെ ജാതികളിലേക്ക് സുവിശേഷത്തെ കൊണ്ടുപോവുകയും ചെയ്യുക. അങ്ങനെയാണ് ഈ സുവിശേഷം യഹൂദന്മാരുടെ കവനൻ്റ് അവസാനിച്ച് ജാതികളിലേക്ക് പോകുന്നത്. അതെ 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 അതെ, വളരെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു എൻഡിങ്ങിലേക്ക് നമ്മൾ എത്തുകയാണ്. എനിക്ക് ആക്ച്വലി ഇനിയും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തോന്നുവാണ്. എന്നാലും നമുക്ക് സമയപരിധിയുണ്ട്. പക്ഷേ വളരെ നന്നായിട്ട് ഈ 70 വീക്സ് പ്രോഫസിയുടെ ഫുൾഫിൽമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു തന്ന 3 പേർക്ക് നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് തന്നെ കുറച്ചധികം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിലേക്ക് എത്തുന്നവരെ ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.